മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു. മനുഷ്യൻ്റെ കാര്യം മാത്രമല്ല, കലകളുടെയും വേരുകൾ മണ്ണിൽ തന്നെയാണ്. കൊച്ചി ബിനാലയിലെ 2 വ്യത്യസ്ത പ്രദർശനങ്ങൾ രണ്ടും മണ്ണിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിലൊന്ന് പ്രകൃതിദത്തമായ വസ്തുക്കളെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയതാണ്. അത് ചിതൽപുറ്റിൻ്റെ മാതൃകയിൽ. അത് നിർമ്മിച്ചിരിക്കുന്നത് കളിമണ്ണ്, ആനപ്പിണ്ടം, വൈക്കോൽ, ചാണകം എന്നിവ ഉപയോഗിച്ചാണ്. ഇതിനൊപ്പം തന്നെ വിസ്പറിംഗ് ലേ എന്ന മറ്റൊരു പ്രദർശനം. ഇത് കളിമണ്ണിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കലാരൂപങ്ങളാണ് ആ വിസ്പറിംഗ് ലേയിലുള്ളത്. ഈ 2 പ്രദർശനത്തിൻ്റെയും വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഏതു നാടിൻ്റെയും സംസ്കാരങ്ങളും കലകളും പ്രകൃതിയും മണ്ണുമായി ബന്ധപ്പെട്ട് ആവിർഭവിച്ചവയാണ്. ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ മണ്ണ്, ജലം, വായു, പ്രകാശം എന്നിവയുമായി ബന്ധപ്പെട്ടാകുമ്പോൾ പല കലകൾക്കും ഇവയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. കളിമണ്ണിനെ കണ്ടെത്തി ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തി എടുത്തതു മുതൽ മാനവരാശിയുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റം വലുതായിരുന്നു. കളിമണ്ണിന് കലയുമായുള്ള പുക്കൽക്കുടി ബന്ധം വരച്ചു കാട്ടുകയാണ് കൊച്ചി ബിനാലയോട് അനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്ന 2 പ്രദർശനങ്ങൾ. രണ്ടിലും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പൊതു ഘടകം കളിമണ്ണ് തന്നെയാണ്. പ്രകൃതിയും മനുഷ്യനും അല്ലെങ്കിൽ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ അടയാളപ്പെടുത്തുന്നതാണ് കൊച്ചി ബിനാലയുടെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ വേദിയിലെ മേമു ഭൂമി ഭൂമി എന്ന കലാസൃഷ്ടി. ചിതൽപുറ്റിനോട് സാമ്യമുള്ള ഈ നിർമ്മിതികൾ ഒരുക്കുന്നതിൽ ഒരു സുപ്രധാന ഘടകം കളിമണ്ണ് തന്നെയാണ്. പ്രകൃതിയുമായി മാത്രമല്ല, ആത്മീയതയുമായും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ കലാസൃഷ്ടികൾ. അകംപൊള്ളയായ ഈ നിർമ്മിതികൾക്ക് ഓരോന്നിനും മുൻവശത്ത് അടയ്ക്കാനാവാത്ത ഒരു വാതിൽ മാത്രമാണ് ഉള്ളത്. സൗത്ത് ആഫ്രിക്കൻ കലാകാരിയായ ഡിനയോ സെഷെ ബൊബാബെയാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. കലാകാരിയുടെ മാതൃഭാഷയായ സെപ്പഡിയിൽ നിന്നുള്ള അമ്മ എന്നർത്ഥം വരുന്ന മേമു എന്ന വാക്കും സംസ്കൃതത്തിലെ ഭൂമി എന്ന വാക്കും ചേർത്താണ് അമ്മയായ ഭൂമി എന്ന അർത്ഥത്തിൽ മേമു ഭൂമി ഭൂമി എന്ന ഈ കലാസൃഷ്ടിക്ക് പേരിട്ടിരിക്കുന്നത്. ആളുകൾക്ക് അകത്ത് കടക്കാൻ കഴിയുന്ന 11 കൂടാരങ്ങൾ അഥവാ കൂനകളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ഇത്തരം താൽക്കാലിക ആരാധനാലയങ്ങൾ സിയോലോ എന്നാണ് ആഫ്രിക്കൻ ഭാഷയിൽ അറിയപ്പെടുന്നത്. സൗത്ത് ആഫ്രിക്കൻ ഇൻഡിജിനസ് ഒരു കൾച്ചറിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് ഈ വർക്കിനെ സാക്ഷ്യപ്പെടുത്താവുന്നതാണ്. ഇത് വളരെ പരമ്പരാഗതമായിട്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ടെമ്പററി ആയിട്ടുള്ള ഒരു ഹോളി സ്പേസ് അല്ലെങ്കിൽ വർഷിപ്പ് സ്പേസാണ് ആൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറും അല്ലെങ്കിൽ കേരള കൾച്ചറിലേക്കും ഇൻഡിജിനസ് പാർട്സിൽ നമ്മൾ പരിശോധിക്കുമ്പം ഒത്തിരി ഇതിനകത്ത് അടയാളങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഏതെങ്കിലും ജാതിമത വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതല്ല സിയോലോ എന്ന ഈ നിർമ്മിതികൾ. അതിനാൽ തന്നെ ഏതെങ്കിലും മതത്തിൻ്റെ ചിഹ്നങ്ങളും ഇവിടെ കാണാനാവില്ല. കളിമണ്ണ്, ചാണകം, വൈക്കോൽ, ആനപ്പിണ്ടം എന്നിവയാണ് ഇവ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ പ്രാദേശിക സംസ്കാരത്തിൻ്റെയും ഭാരതീയ ഗ്രാമീണ സംസ്കാരത്തിൻ്റെയും ഒക്കെ ചില ഘടകങ്ങൾ ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ഇതിൽ കൂടുതലും ഭക്തിയുമായി അല്ലെങ്കിൽ വിശ്വാസങ്ങളുമായി അടുത്തു നിൽക്കുന്നതാണ്. മഞ്ഞൾ, ഉപ്പ്, കരി, മുള, മെഴുക് തുടങ്ങിയവയൊക്കെ വിശ്വാസങ്ങളുമായും അല്ലെങ്കിൽ ആചാരങ്ങളുമായി ബന്ധപ്പെടുത്തി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ചാണകം, ഉപ്പ്, മഞ്ഞൾ തുടങ്ങിയവ ശുദ്ധി വരുത്തുന്നതിനായി ഉപയോഗിക്കുന്ന പാരമ്പര്യത്തെ ഈ കലാസൃഷ്ടിയുമായി ബന്ധപ്പെടുത്തി കാണാനാകും. ചെളി, പിന്നെ വൈക്കോല് യൂസ് ആകുന്നുണ്ട്, പിന്നെ ആനപ്പിണ്ടം, കൗഡങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ കൾച്ചർ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ വസ്തുക്കൾ നമ്മുടെ പല വീട് നിർമ്മാണങ്ങളിലും സ്പിരിച്വൽ അല്ലെങ്കിൽ ആ ഒരു മീനിങ്ങുമായിട്ട് നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ്. മുള കൊണ്ടുണ്ടാക്കിയ ഒരു സ്ട്രക്ചറിന് അകവും പുറവും കളിമണ്ണും വൈക്കോലും കുഴച്ചെടുത്ത് തേച്ച് പിടിപ്പിക്കുകയും ഇതിനു പുറമെ ആനപ്പിണ്ടവും ചാണകവും കുഴച്ച് ആവരണം ചെയ്യുകയും ഇതിനു പുറമെ വീണ്ടും കളിമണ്ണും വൈക്കോലും കുഴച്ചെടുത്ത് തേച്ച് പിടിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. 2 ആഴ്ചയിലധികം സമയമെടുത്താണ് ഈ കലാസൃഷ്ടി ഒരുക്കിയത്. നിർമ്മാണത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ബൊബാബെയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു.
ആദ്യം നമ്മൾ ഇതിനകത്ത് ബാമ്പു വെച്ചിട്ട് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഷേപ്പിന് വേണ്ടിയുള്ള സ്ട്രക്ചർ ഉണ്ടാക്കും. ഇത്തരം എലമെൻസോട് കൂടിയിട്ട് ഈ ഒരു ടെമ്പററി വർഷിപ്പ് പ്ലേസ് ബിൽഡ് ചെയ്യുക, നമ്മൾ അതിൻ്റെ ഭാഗമായി അത് എക്സ്പീരിയൻസ് ചെയ്യുക, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ ഒരു ഈവിൽ സ്പിരിറ്റിനെ യു ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. അപ്പോൾ അകത്ത് കടന്നതിന് ശേഷം ആൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു ഹീലിംഗ് പ്രോസസ്സാണ്, ഹീലിംഗ് ജേണിയാണ്. ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ നോക്കുവാണെങ്കിലും നമുക്ക് കോൺസ്റ്റലേഷൻ്റെ എലമെൻറ്റ്സ് കാണാൻ പറ്റും. സ്കൈ ആൻഡ് കോൺസ്റ്റലേഷൻ എലമെൻറ്റിന് വളരെ ഒരു പ്രൊമിനൻസ് കൊടുത്തിട്ടുണ്ട്. ലോകപ്രശസ്ത കലാകാരിയായ ഡിനയോ സെഷെ ബൊബാബെ ഒരു സന്യസ്ത തുല്യമായ ജീവിതമാണ് നയിക്കുന്നത്. എന്നാൽ മേമു ഭൂമി പോലുള്ള കലാസൃഷ്ടികൾ മുമ്പും നിരവധി തവണ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. ബിനാലയിൽ ആദ്യമായാണ് ബൊബാബയുടെ കലാസൃഷ്ടി ഇടം പിടിക്കുന്നത്. നല്ലൊരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഡീനിയോ സെഷെ ബൊബാപ്പെ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ ആർട്ടിസ്റ്റ്. ആളൊരു മിസ്റ്റിക് ലൈഫ് ലീഡ് ചെയ്യുന്ന ആളാണ്. ആളെ പേഴ്സണലി ഒബ്സർവ് ചെയ്ത് എൻ്റെ ഒരു കാഴ്ചപ്പാടിലും ആ ഒരു കൾച്ചർ, ആ ഒരു തോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പരിചയപ്പെട്ടപ്പോൾ. സിയോലോ നിർമ്മാണത്തിലെ എല്ലാ ഘടകങ്ങളും പ്രകൃതിദത്തമായിട്ടുള്ളവയാണ്. ആത്മീയതയ്ക്ക് മുൻതൂക്കം നൽകുന്നതിനായി നിരവധി ചേരുവകളും ഇതിൽ കാണാനാകും. മണ്ണും ഉപ്പും ചേർത്ത് തയ്യാറാക്കിയ കളങ്ങൾ പോലുള്ളവ, ചരടിൽ കോർത്ത നാരങ്ങകൾ, ചെറിയ മണികൾ, കക്കയുടെ തോടുകൾ, ദണ്ടുകൾ, മണ്ണിൽ ഉറപ്പിച്ച മുളന്തണ്ടുകൾ, ചെറിയ ഇഷ്ടികകൾ, മൺകുടങ്ങൾ, അങ്ങനെ പലതും ഇക്കൂട്ടത്തിലുണ്ട്. ഇതിലിപ്പോൾ പറയുന്ന പോലെ ഒരു ദണ്ടുവടി കാണാൻ പറ്റും. അതുപോലെ തന്നെ വാക്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ചെറിയ മോട്ടിഫായിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ബ്രിക്സ് വെച്ചിട്ടുണ്ട്. മണ്ണ് അതിൻ്റെ ഒപ്പം ഉപ്പ് കലർത്തി കൊടുത്തിട്ടുണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ ക്ലേ പോട്ട്സുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ പല സ്പിരിച്വൽ ആയിട്ടുള്ള പ്ലേസസിനെയും നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെയുള്ള സ്പിരിച്വൽ മോട്ടീവ്സ് ഭാഗമായി നമ്മൾ ആ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. നിരവധി ആളുകൾ കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ ഈ കലാസൃഷ്ടി ആസ്വദിക്കുന്നതിനായി എത്തിയിരുന്നു. പലർക്കും ഇതൊരു വ്യത്യസ്ത കാഴ്ചയും അനുഭവവുമായിരുന്നു. തിരക്കില്ലാത്ത സമയങ്ങളിൽ ഈ കൂടാരങ്ങൾക്കുള്ളിൽ കടന്ന് ധ്യാനവും നടത്തിയാണ് പലരും മടങ്ങുന്നത്. ഈ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല എന്ന ആശയം മുൻനിർത്തിയാണ് സിയോലോയുടെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ കാലത്തേക്കാണ് ഇവ നിർമ്മിക്കുന്നത്. മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കാനുമാവില്ല. കൂനകൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ചെടികളുടെ നാമ്പുകൾ ഭൂമിയുമായുള്ള ബന്ധത്തിൻ്റെയും പ്രതീക്ഷകളുടെയും പ്രതീകങ്ങളുമാണ്. ഒന്നും അധിക നാളത്തേക്കില്ല. ഓക്കെ, അപ്പോൾ ടെമ്പററി ബിനാലയുടെ ആ ഒരു തീമും കണക്ട് ചെയ്യുന്നു. ആ തീമിൽ നിന്നുകൊണ്ട് ആർട്ടിസ്റ്റിൻ്റെ മെസ്സേജ് ഇങ്ങനെ കൺവേ ചെയ്യുവാണ്. അപ്പോൾ ഇതൊരു ബിനാലെ വരുന്ന ഒരു 2-3 മന്ത്സ് കാലയളവിലേക്കുള്ള ആ ഒരു തീമിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നതും ഇതിൻ്റെ പർപ്പസും ഇവിടെ വരുന്നത്. അത് ആ കൾച്ചറുമായിട്ട്, സൗത്ത് ആഫ്രിക്കൻ ഇൻഡിജിനസ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെമ്പററി വർഷിപ്പ് പ്ലേസ് ആണ്. പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ടുള്ള നിർമ്മാണമായതുകൊണ്ട് തന്നെ ഉപയോഗശേഷവും ഇതിൽ പ്രകൃതിക്ക് ദോഷകരമായൊന്നും അവശേഷിക്കുന്നില്ല. മണ്ണോട് ചേരുന്ന വസ്തുക്കൾ മാത്രമാണ് സിയോലോകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മേമു ഭൂമിയിൽ കളിമണ്ണ് ഒരു ചേരുവ മാത്രമാണെങ്കിൽ മട്ടാഞ്ചേരിയിലെ OED ആർട്ട് ഗാലറിയിൽ നടക്കുന്ന വിസ്പറിംഗ് ക്ലേ പ്രദർശനത്തിലുള്ളത് പൂർണ്ണമായും കളിമണ്ണിൽ തന്നെ തീർത്ത കലാസൃഷ്ടികളാണ്. കളിമണ്ണിൽ വിസ്മയകരമായ കലാസൃഷ്ടികൾ ഒരുക്കിയ മുംബൈ സ്വദേശിനി വിമു സംഘ്വിയുടെ ശില്പങ്ങളിൽ ചിലതാണ് പ്രദർശനത്തിൽ ഉള്ളത്. സ്റ്റുഡിയോ പോട്ടറി എന്ന കല ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയവരിൽ പ്രധാനിയാണ് സംഘ്വി. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ജൈവികമായ ഡിസൈനുകൾ, ഭൂമിയുടെ സ്വാഭാവിക നിറങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഗ്ലേസിംഗ് രീതികൾ എന്നിവയാണ് സംഘ്വിയുടെ സൃഷ്ടികളുടെ വലിയ പ്രത്യേകതകളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പരമ്പരാഗതമായ ഇന്ത്യൻ ശൈലികളെ ആധുനിക സാങ്കേതികങ്ങളുമായി സമന്വയിപ്പിച്ചുകൊണ്ടാണ് സംഘ്വി അവതരിപ്പിച്ചത്. 500ഓളം കളിമൺ ശില്പങ്ങൾ ഒരുക്കിയ സംഘ്വിയുടെ 92 സൃഷ്ടികളാണ് വിസ്പറിംഗ് ക്ലേ എന്ന പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി വിമു സംഘ്വിയുടെ ശില്പങ്ങളുടെ പ്രദർശനം ഒരുക്കുന്നത് ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രകൃതി ഫൗണ്ടേഷനാണ്. വിമു സംഘ്വി എന്ന ആർട്ടിസ്റ്റ് 500ഓളം പീസസ് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ചൂസൺ ആയിട്ടുള്ള ഒരു 92 പീസസാണ് ഇവിടെ ഉള്ളത്. അത് 5 ഫേസസ് ആയിട്ട് ഇപ്പോൾ ക്യൂറേറ്റ് ചെയ്ത് വെച്ചേക്കും നമ്മുടെ ക്യൂറേറ്റർ ക്രിസ്റ്റീൻ മൈക്കിൾ. അപ്പോൾ ഏർലി ഫേസ് ഉണ്ട്, ക്യൂബിസ്റ്റ് പീരീഡിലുള്ളതുണ്ട്, പിന്നെ ഫിഗറേറ്റീവ് പീരീഡിലുള്ളതുണ്ട്, പിന്നെ പോട്ടറി വീല് യൂസ് ചെയ്യാതെ ചെയ്ത വർക്ക്സ് അതും ഒരു സെപ്പറേറ്റ് ഫേസ് ആയിട്ട്, പിന്നെ ഉള്ളത് നമ്മുടെ ട്രഡീഷണൽ പോട്ടറി പ്ലേറ്റ് ഉണ്ടാക്കുന്നത് അതും ഉണ്ട്. വിമു സംഘ്വിയുടെ കലാസൃഷ്ടികളെ 5 കാലഘട്ടങ്ങളായി തിരിച്ചാണ് പ്രദർശനത്തിൽ അണിനിരത്തിയിരിക്കുന്നത്. ക്യൂബിസ്റ്റ് ശൈലി അവലംബിച്ചിരിക്കുന്ന ശില്പങ്ങൾ, ഫിഗറേറ്റീവ് വിഭാഗത്തിലെ മനുഷ്യരൂപങ്ങൾ, പ്രകൃതിയിൽ നിന്നുള്ള പുതിയ നിറക്കൂട്ടുകൾ ചേർത്ത് ഡിസൈൻ ചെയ്ത ഗ്ലേസിംഗ് ഫിനിഷ് എന്നിവയൊക്കെ ഏറെ ശ്രദ്ധേയമാണ്. നമുക്കിവിടെ ധാരാളം ആളുകളെ വരുന്നത് ഇത് കാണാനും. ആ ഒരു ടൈം പീരീഡിലെ ഒരു ആർട്ടിസ്റ്റിനെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു
ഒരു സ്ത്രീയുടെ മുഖം പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നതല്ല. അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് ഇവിടെ വരുമ്പോൾ കാണുമ്പോഴൊക്കെ ഭയങ്കര അതിശയം കൊള്ളുന്ന കാര്യങ്ങളാണ്. സ്വദേശികളും വിദേശികളുമൊക്കെയായി നിരവധി പേരാണ് പ്രദർശനം കാണാൻ എത്തുന്നത്. ലോഹങ്ങളും ലോഹസങ്കരങ്ങളുമൊക്കെ വലിയ വിപ്ലവം ആധുനിക ലോകത്ത് സൃഷ്ടിക്കുമ്പോഴും വിസ്പറിംഗ് ക്ലേ, മേമു ഭൂമി എന്നീ പ്രദർശനങ്ങൾ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ മനോഹരമായി തന്നെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പതിവ് പോലെ കൂടുതൽ വിശേഷങ്ങളും പുതുമയുള്ള കാഴ്ചകളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.